കൺവേർട്ടേഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത കോഡ് കൺവേർട്ടർ എന്ന് പറയുന്നത് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടറാണ്. അപ്പോൾ ബൈനറി എന്ന് പറയുന്നത് നമ്മളിവിടെ 4 ബിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഗ്രേ കോഡ് നമ്മൾ 4 ബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈനറിയിൽ നിന്ന് എങ്ങനെയാണ് ഗ്രേ കോഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ ഇതാണ് B3 B2 B1 B0. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഈ ഫസ്റ്റ് ഈ B3 എന്ന റോ അങ്ങനെ തന്നെ G3യിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് വെച്ചാൽ ഈ B3യുടെ ഇതും അടുത്ത B2 തൊട്ടടുത്ത് കിടക്കുന്ന B2 തമ്മിൽ എക്സോർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണ് ഈ G2യുടെ ആൻസർ വരുന്നത്. മനസ്സിലായാലോ? അതായത് ഇതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് റോയിലത്തെ ഫസ്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ ഇതും ആഡ് ചെയ്തിട്ടാണ് G1ത്തെ ഫസ്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ചെയ്യുക, എന്നിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റോ എടുക്കുകയാണെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ആണ് ഈ ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ B3 = G3 ആണ്. ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ ഈ അഡീഷൻ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു പണി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കെ മാപ്പ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ G3യുടെ കെ മാപ്പാണ് ആദ്യം വരയ്ക്കുന്നത്. ഇപ്പോൾ G3 കെ മാപ്പ് 4 വേരിയബിൾസ് ഉണ്ട്, അതിവിടെ മാർക്ക് ചെയ്തു. 0001 1110 അത് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്തു. ഇനി എവിടേക്കാണ് G3യിൽ 1 വരുന്നത് നോക്കാം. അപ്പോൾ ഈ താഴെയുള്ള 8 സ്ഥലമുണ്ട്, 8 സ്ഥലങ്ങളാണ് 1 വരുന്നത്. അത് എവിടെയാണെന്നുള്ളത് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 8 ഒരുമിച്ച് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒറ്റ ഗ്രൂപ്പായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ G3 തന്നെയാണ് B3 എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് G2 ഇതുപോലെ തന്നെ കെ മാപ്പ് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ 1 ആവണ സ്ഥലത്തൊക്കെ നമ്മൾ 1 മാർക്ക് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു B2 XOR B3 എന്ന് കിട്ടും. അതുപോലെ തന്നെ G1ഉം നമുക്ക് കെ മാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് B2 XOR B1 എന്ന് കിട്ടും. G0യിൽ B1 XOR B0 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ ഫിഗർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ B3 = G3 ആയതുകൊണ്ട് നമ്മൾ അതൊരു സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്തെന്ന് പറയുന്നത് G2 ആണ്. അപ്പോൾ G2ൻ്റെ ആൻസർ എന്താ, B2 XOR B3 എന്നാണ്. അപ്പോൾ B2 ഓൾറെഡി നമ്മൾ വരച്ചു, B3ന്ന് ഇവിടെ ഒരു കണക്ഷൻ എടുത്തു, ഇത് നമ്മൾ XOR ചെയ്തു. അപ്പോൾ നമുക്ക് G2 കിട്ടും. ഇനി G1 എന്ന് പറയുന്നത് എന്താ, B2 XOR B1 ആണ്. അപ്പോൾ B1 B2 തമ്മിൽ XOR ചെയ്തു, G1 കണ്ടുപിടിച്ചു. G0 എന്ന് പറയുന്നത് B1 XOR B0 ആണ്. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബൈനറിയിൽ നിന്ന് ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടറാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ജസ്റ്റ് തൊട്ടടുത്തുള്ള ആ റോ ആയിട്ട് നമ്മൾ XOR ആഡ് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ആൻസർ അവിടെ എഴുതാം. അത്രയും നമുക്ക് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടറിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ കെ മാപ്പ് എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യണത് അതൊക്കെ ജസ്റ്റ് നോക്കുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും വലിയ നമ്പർ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം 8, പിന്നെ 4, 2, 1 അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ കൺവേർട്ടറിൽ പറഞ്ഞ മാതിരി ഡോൺ കെയർ വരും. അപ്പോൾ ഡോൺ കെയർ ഏതിലായിരുന്നു, BC to XS3 കൺവേർട്ടറിലാണ് നമ്മൾ ഡോൺ കെയറിൻ്റെ കേസ് പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കാം. അടുത്ത കൺവേർട്ടർ എന്ന് പറയുന്നത് ഗ്രേ ടു ബൈനറി. നമ്മൾ ബൈനറി ടു ഗ്രേ ആണ് നേരത്തെ നോക്കിയത്, അടുത്ത ഗ്രേ ടു ബൈനറി ആണ്. അതിൽ നോക്കുകയാണെങ്കിൽ G3 = B3 തന്നെയാണ്, അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. ഇനി അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ അടിയത്തെ കണ്ടോ, ഇത് ഡയഗണലിൽ ഉള്ള ഇതായിട്ട് ആഡ് ചെയ്തിട്ടാണ് അതിന് ആൻസർ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇതും ഡയഗണലായിട്ടുള്ള അതിൻ്റെ മുകളിലത്തെ എലമെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ടേബിൾ നമ്മൾ ഫില്ലാക്കുക. ട്രൂ ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ കെ മാപ്പുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ B3 = G3 നേരത്തെ പറഞ്ഞു. ഈ B2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1, 2 ഈ സ്ഥലങ്ങളിൽ 0100, 0101, 0110, 0111, പിന്നെ 1000, 1001, 1010, 1011 അങ്ങനെ 8 സ്ഥലങ്ങളിലാണ് 1 വരുന്നത്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു. B2ൻ്റെ കേസിൽ 8 കേസിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ കെ മാപ്പിൻ്റെ റിസൾട്ട് എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് 4 എണ്ണത്തിൻ്റെ ഒരു സംഭവമാണ്. ഇത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് G3 ഡാഷ് 0 എന്നുകൊണ്ട് G3 ഡാഷ് പിന്നെ G2 എന്ന് വരും. പ്ലസ് മുകളിലേക്ക് നമുക്കൊന്നും നോക്കാനില്ല, കാരണം ഒന്നും സെയിം ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതങ്ങനെ വിട്ടു. അടുത്ത ഗ്രൂപ്പ് എടുത്തു. ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ G3 G2 ഡാഷ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്, G3 XOR G2ൻ്റെ എക്സ്പ്രഷനാണ്. B1 നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരും.
അപ്പോൾ അതിൽ നമുക്ക് 4 ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം വെച്ചാൽ ഇത് നമുക്ക് വേറെ രീതിക്കൊന്നും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടിൻ്റെ ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും മിനിമം ഇതിൽ. അപ്പോൾ നമ്മൾ B1 കേസ് എടുക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ G3 G2 മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ G1 വരും. അത് അങ്ങനത്തെ G3 D2 G1. പിന്നെ ഈ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ G3 D2 മുകളിലേക്ക് G1 G3 G2 G1 ഓക്കെ. ഇതാണെങ്കിൽ G3 G2 G1 G3 G2 G1. ഇത് നോക്കുകയാണെങ്കിൽ G3 G2 മുകളിലേക്ക് G1. അപ്പോൾ ഇത് അതിന് ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ 8 ഗ്രൂപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ, കാരണം വെച്ചാൽ എല്ലാം ഒറ്റ 1ൻ്റെ കേസാണ് നിൽക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഓരോ 8 ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, കോഡ് കൺവേർട്ടേഴ്സ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇനി ഈ n-bit പാരലാഡർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ആ പോർഷൻ നമുക്ക് നോക്കാം. n-bit പാരലാഡർ നമുക്ക് 4-bit പാരലാഡറാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4-bit പാരലാഡർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ n-bit പാരലാഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ആഡ് 2 n-bit ബൈനറി നമ്പേഴ്സ്. 2 n-bit ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഈ n-bit ആയിട്ടുള്ള പാരലാഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതെങ്ങനെയാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്, നമുക്ക് 4-bit പാരലാഡർ ആയതുകൊണ്ട് നമുക്ക് 4 ഫുൾ ആഡർ നമ്മൾ ആദ്യം വരച്ച് വയ്ക്കാം. അതിലേക്ക് ആദ്യത്തെ ഫുൾ ആഡറാണ് FA0 എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു ക്യാരി ഇൻ വരുന്നുണ്ട്, ഒരു ക്യാരി ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ആദ്യത്തെ ക്യാരി ഔട്ടാണ് അടുത്ത ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എല്ലാതും ഇതിനൊരു ക്യാരി ഔട്ട് ഉണ്ടായിരിക്കും, ഇതിൻ്റെ ക്യാരി ഔട്ടാണ് അടുത്തതിൻ്റെ ക്യാരി ഇന്നായിട്ട് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ A0 B0 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടോട് നമ്മൾ കൊടുക്കുന്ന ബൈനറി നമ്പേഴ്സാണ്. പിന്നെ S0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ 1ൻ്റെ ക്യാരി ഔട്ടാണ് അടുത്തിലേക്ക് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇതിന് ഇവിടെ രണ്ട് ബൈനറി ബിറ്റ് കൊടുത്ത ശേഷം അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ഔട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ഫുൾ ആഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് എന്തുണ്ടാക്കുന്നത്, ഇൻക്രീസസ് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് ഡിക്രീസസ് ഓപ്പറേറ്റിംഗ് സ്പീഡ്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവുകയാണ്, ഒരു ഡിലേ ഉണ്ടാവുകയാണ്, പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കുറയാണ്. അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ക്യാരി ഔട്ട് വേണം ഇതിലേക്ക് കയറാൻ, അടുത്ത ഫുൾ ആഡറിലെ ക്യാരി ഇന്നായിട്ട് കയറാൻ. അപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യണം, കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ഡ്രോബാക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ മാറ്റുകയാണ്. ആ ഡ്രോബാക്ക് മാറ്റുമ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഒരു ആഡറാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. അതായത് ഈ റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷൻ്റെ ആ ഡ്രോബാക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ആ പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രോബാക്ക് ഉണ്ടല്ലോ, ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ആഡറാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സം ആൻഡ് ക്യാരി ഔട്ട്പുട്ട്സ് ഓഫ് ഈച്ച് സ്റ്റേജ് ആർ മെയ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റിസൾട്ട് ഓഫ് ദി പ്രീവിയസ് സ്റ്റേജസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1ൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്യാരി ലുക്ക് അഹെഡ് ആഡറിൽ അങ്ങനെ ഒരു കേസേ വരുന്നില്ല. ആ സമ്മും ക്യാരി എന്ത് ചെയ്യാണ്, അതിൻ്റെ പ്രീവിയസ് സ്റ്റേജിനായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനാണ് റിപ്പിൾ എഫക്റ്റ് എലിമിനേറ്റഡ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ എഫക്റ്റ് അവിടെ എലിമിനേഷൻ ചെയ്തു നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് CI = GI + PI × CI-1. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. പക്ഷേ ഈ സിയുടെ അവിടെ 1 - 1 0 എന്ന് വരും. ഓക്കെ. ഇനി എന്താണ് GI എന്ന് പറയാം. GI എന്ന് പറയുന്നത് എന്താണ്, ക്യാരി ജനറേറ്റ് ആണ്. PI എന്ന് പറയുന്നത് ക്യാരി പ്രൊപ്പഗേറ്റ് ആണ്. അതിൻ്റെ വാല്യൂസൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. PI എന്ന് പറയുന്നത് AI XOR BI ആണ്. GI എന്ന് പറയുന്നത് AI × BI. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ റിസൾട്ടുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ GIയുടെയും PIയുടെയും തമ്മിൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, AI BI + AI XOR BI of C0 എന്ന് കിട്ടും.
ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ C2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ജനറൽ ഫോം ആദ്യം എടുത്ത് എഴുതും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ C1 എന്ന് പറയുന്നത് എന്തായി പറ്റും, G1 + P1 × C0 ആണ്. അപ്പോൾ അതാദ്യം എഴുതി. എന്നിട്ട് C0ൻ്റെയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, G0 + P0 C-1. ഇത് ഒക്കെ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ രണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ C2 കണ്ടുപിടിക്കുമ്പോൾ പൊതുവേ നമുക്ക് C2 എന്ന് വരും, C1 എന്ന് വരും, C0 എന്ന് വരും. അപ്പോൾ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് G2 + P2 G1 + P2 P1 G0 + P2 P1 P0 C-1 എന്ന് വരും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഫിഗർ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ ഫിഗർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ക്യാരി ലുക്ക് ഹെഡർ ആഡർ എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലോക്ക് ഇതാണ്. അപ്പോൾ C0 എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഉണ്ടാവും. A0 XOR B0, അതാണ് A0 XOR B0, അത് കൊടുത്തു. പിന്നെ A0 ആൻഡ് ഗേറ്റ്, A0യും B0യും തമ്മിൽ ആൻഡ് ചെയ്തിട്ട് ഒരു ഇത് കൊടുത്തു. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, S0 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, A0 നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, AI BI